റോഷിപാൽ കൃത്യമായി സോഴ്സുകളിൽ നിന്ന് വിവരങ്ങൾ എടുത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു വാർത്തയുടെ പേരിൽ നമ്മളെ ചാനൽ എന്നല്ല പത്രമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന് ആരോഗ്യക്കുറവില്ല, ഓർമ്മക്കുറവില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ കെ സുധാകരൻ ഇത്രയേറെ കടുംപിടുത്തം പിടിച്ചിട്ടും ഹൈക്കമാൻഡ് തീരുമാനം അദ്ദേഹത്തെ മാറ്റാനായിരുന്നു. ആ തീരുമാനം പ്രഖ്യാപിക്കുന്നത് 3-4 ദിവസം വൈകി എന്നതൊഴിച്ചാൽ തീരുമാനം നടപ്പാക്കിയിരിക്കുന്നു ഹൈക്കമാൻഡ് എന്നതല്ലേ വസ്തുത റോഷിപാൽ? സുജയ പാർവതി, KPCC അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റാനും UDF കൺവീനർ സാറിനെ MMSനെ മാറ്റാനുമുള്ള തീരുമാനം എടുത്തത് ഏതാണ്ട് നമ്മൾ അത് ഫെബ്രുവരി മാസം അവസാന വാരം തന്നെ ഇത് സംബന്ധിച്ച വാർത്ത നൽകിയതാണ്. അങ്ങനെ വാർത്ത നൽകുമ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കാൻ, തിരക്കിട്ട് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം ഹൈക്കമാൻഡ് നടത്തിയെങ്കിലും അന്നൊക്കെ സുധാകരനെ അനുകൂലിക്കുന്നവരും സുധാകര പക്ഷവും കടുത്ത വെല്ലുവിളി പരസ്യമായി ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പലപ്പോഴും പ്രതിസന്ധിയിലായത് ഈ വാർത്തകൾ വരുന്നതാണ്. വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അത് അവരെ പ്രതിസന്ധി സൃഷ്ടിക്കുകയും അത് നെഗറ്റീവായ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന സാഹചര്യം. രഹസ്യമായി നേതൃമാറ്റമാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച് അങ്ങനെ ലക്ഷ്യമിട്ടത്. കാരണം നേതൃമാറ്റത്തെക്കുറിച്ച് പരസ്യമായ ചർച്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിഭാഗീയതയ്ക്ക് വഴിയൊരുക്കുമെന്ന ആശങ്ക കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറ്റവും ഒടുവിലടക്കം പ്രതിപക്ഷ നേതാവ് VD സതീശന് അടക്കം ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധം ഇതാണ്. അങ്ങനെ ഒരു ചർച്ച ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സുധാകരനുമായി നടത്തിയാൽ അടുത്ത നിമിഷം തന്നെ ആ തീരുമാനം നടപ്പിലാക്കാമായിരുന്നു. ആ തീരുമാനം നടപ്പിലാക്കാതെ കെ സുധാകരനെ അനുകൂലിക്കുന്നവർക്ക് അത് വല്ലാതെ പൊതു ഇടത്തിൽ ചർച്ച നടത്താനും അത് പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന തരത്തിൽ വല്ലാതെ മാധ്യമങ്ങളിൽ ചർച്ച നടത്താനുള്ള അവസരമുണ്ടാക്കി. അതാണ് ഇത്രയും ദിവസം വൈകിയത്. ദില്ലിയിലെ കൂടിക്കാഴ്ച നടക്കുന്നത് തന്നെ UDFന്റെ ഏറ്റവും സുപ്രധാനമായ യോഗത്തിനിടയിലാണ്. കാരണം ആ യോഗം കെ സുധാകരന് കൂടി അനുയോജ്യമായ ദിവസം കോഴിക്കോട് DCC ഓഫീസിൽ നടത്തുന്നു. കാരണം PV അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ ചർച്ചയാണ് ആ യോഗത്തിൽ നടക്കുന്നത്. ആ യോഗത്തിന് മുമ്പ് മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച് അടിയന്തരമായി ദില്ലിയിലേക്ക് സുധാകരനോട് വരാൻ പറയുന്നു. കാരണം നേരത്തെ ഒരു KPC അധ്യക്ഷന്മാരെ മാറ്റുമ്പോഴും ഇങ്ങനെ അവർ ദില്ലിയിലേക്ക് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം അവസാന നിമിഷം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാർ ആ KPCC അധ്യക്ഷന്മാരെ അറിയിക്കുന്നതായിരുന്നു പതിവ്. പക്ഷേ ആ പതിവൊക്കെ വ്യത്യസ്തമായി ഇത്തവണ കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ്. കാരണം സുധാകരൻ ഒരുപക്ഷെ പൊട്ടിത്തെറിക്കും, സുധാകരൻ കടുത്ത തീരുമാനമെടുക്കും, സുധാകരനെ അനുകൂലിക്കുന്നവർ വൈകാരികമായി പ്രതികരിച്ചേക്കും. അതുകൊണ്ട് തന്നെ സുധാകരനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് എല്ലാം ബോധ്യപ്പെടുത്തി സംസ്ഥാനത്തേക്ക് അയച്ചതാണ്. പക്ഷേ എന്നിട്ടും സുധാകരൻ ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നു. ഒപ്പം പ്രതീക്ഷയോടെ കാത്തിരുന്നു. സുധാകരന്റെ അനുയായികളൊക്കെ സുധാകരനെ പാർട്ടി നേതൃത്വം മാറ്റില്ല എന്ന ഒരു പ്രതീക്ഷ. കാരണം ആന്റണി അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുന്നതിനെതിരെ കടുത്ത രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. അത് കത്തോലിക്ക സഭയുടെ നിർദ്ദേശപ്രകാരമാണെന്ന വാർത്ത വന്നതിന് പിന്നാലെ അവിടെ വലിയ രീതിയിൽ പാർട്ടി നേതൃത്വമടക്കം പ്രധാന നേതാക്കളൊക്കെ വിമർശനം, മുൻ KPC അധ്യക്ഷന്മാരടക്കം കടുത്ത വിമർശനവുമായി അവർ ഹൈക്കമാൻഡിനെ സമീപിക്കുന്ന സാഹചര്യമടക്കം ഉണ്ടാകുന്നു. പിന്നീട് അങ്ങനെ ഒരു തീരുമാനം മാറ്റാനുള്ള ഇതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവസാന ദിവസം, അതായത് കഴിഞ്ഞ മെനഞ്ഞാന്നാണ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്തെത്തി കെ സുധാകരനെ പുലർച്ചെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി താമസിക്കുന്ന ഹോട്ടലിലെത്തി കാണുന്നത്. അന്ന് നിയമസഭാ കമ്മിറ്റി കൂടെ ഉണ്ടായിരുന്നു. അന്ന് സണ്ണി ജോസഫ് എത്തി സണ്ണി ജോസഫിനെ കൂടെ പരിഗണിക്കുന്നു. ഇന്ന് നമ്മൾ അതാണ് സണ്ണി ജോസഫിന്റെ പേര് കൂടെ പലരും നിർദ്ദേശിക്കുന്നു എന്ന വാർത്ത കൊടുക്കാൻ കാരണമായതും അതുകൊണ്ട് തന്നെയാണ്. ഇന്നലെ തന്നെ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരായി 3 പേരെ പരിഗണിക്കുന്നു എന്ന പേര്, അതിൽ ഷാഫി പറമ്പിലും PC വിശ്വനാഥ് ഒക്കെയുണ്ട്. അടൂർ പ്രകാശിനെ UDF കൺവീനറാക്കുമെന്നുള്ള സൂചനകൾ ലഭിച്ചതാണ്. അതിനിടയിൽ അതിന് യുദ്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട ഭീകരർക്കെതിരെയുള്ള നടപടി നടന്നതോടെ ആ വാർത്തകൾക്ക് ഇടം ലഭിക്കാതായതുകൊണ്ടാണ് അടൂർ പ്രകാശിനെ അധ്യക്ഷനാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി ലഭിച്ചതായിരുന്നു. ഏതായാലും ഇനി വലിയ മാറ്റമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പാർട്ടിയിലും മുന്നണിയിലും ഉദ്ദേശിക്കുന്നത്. കൃത്യമായ അച്ചടക്കത്തോടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരണം, തിരിച്ചുവരവിന്റെ പാതി ഒരുക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് സണ്ണി ജോസഫിനും അദ്ദേഹത്തിന്റെ ടീമിനുമുള്ളത്. ആ സണ്ണി ജോസഫിനൊപ്പം കെ സുധാകരനോട് ഈ സന്ദേശം, ഈ വാർത്താക്കുറിപ്പ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ടാകും. കെ സുധാകരൻ ഇപ്പോൾ എവിടെയാണുള്ളത്? സുധാകരൻ ഇന്നലെ രാവിലെയോടെ തന്നെ കണ്ണൂരിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കണ്ണൂരിലേക്ക് മടങ്ങുമെന്നാണ് കെ സുധാകരൻ അറിയിച്ചത്. കെ സുധാകരൻ ഇവിടെ നിന്ന് പോയതിന് തൊട്ടു പിന്നാലെയാണ് KPC ആസ്ഥാനത്തടക്കം സുധാകരന് അനുകൂലമായി വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഏതായാലും കെ സുധാകരൻ കണ്ണൂരിലെ വസതിയിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ഇന്നലെ രാവിലെയോടെ മടങ്ങുമെന്ന് തന്നെയാണ് അറിയിച്ചത്. സുധാകരന്റെ വിശ്വസ്തരുമായി നമുക്ക് ആശയവിനിമയം നടത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ സുധാകരനെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് കെ സുധാകരനെ അനുകൂലിക്കുന്ന യുവ നേതാക്കളടക്കം നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്ന
കാര്യം വ്യക്തമല്ല. ഏതായാലും പക്ഷേ നേരത്തെ ആന്റണിയെ പരിഗണിക്കുമ്പോഴാണ് അവരൊക്കെ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് കെ സുധാകരന്റെ വിശ്വസ്തൻ കൂടിയാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് അങ്ങനെ ആ തരത്തിൽ രൂക്ഷമായ രീതിയിൽ എല്ലാവരും പ്രതികരിക്കുമോ എന്നറിയില്ല. കെ സുധാകരൻ ഏതായാലും ഇപ്പോൾ ഏറ്റവും സുധാകരൻ കണ്ണൂരിൽ തന്നെ ഉണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. കണ്ണൂരിൽ കെ സുധാകരൻ ഒരുപക്ഷെ കണ്ണൂരിൽ ഇന്നല്ലെങ്കിൽ നാളെയാകും സുധാകരൻ പ്രതികരിക്കാൻ സാധ്യത. സുധാകരന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നേരത്തെയൊക്കെ മാറ്റപ്പെട്ട അധ്യക്ഷന്മാരൊന്നും അവർ രൂക്ഷമായി പ്രതികരിച്ചൊന്നുമില്ല. പക്ഷേ മുറിവേറ്റ ഹൃദയത്തോടെയാണ് ഒരുപക്ഷെ കെ സുധാകരൻ അധ്യക്ഷ പദവിയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നത്. അവസാന നിമിഷവും സുധാകരൻ വലിയ ആത്മവിശ്വാസമായിരുന്നു. സുധാകരന്റെ അങ്ങനെ ഓരോ തരത്തിലും സുധാകരന്റെ ബോഡി ലാംഗ്വേജിലടക്കം പൂർണ്ണ ആത്മവിശ്വാസമുണ്ടായിരുന്നു. കെ ആന്റണിയെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ, അപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ, പിന്നീട് വന്ന് KPC ആസ്ഥാനത്ത് മാധ്യമങ്ങൾ കാത്തിരിക്കുമ്പോൾ എല്ലാവർക്കും ചായ കൊടുക്കൂ, എല്ലാവർക്കും വടയും ചായയും കൊടുക്കൂ എന്നൊക്കെ നിർദ്ദേശിച്ച് വളരെ സന്തോഷത്തെയാണ് അവിടുന്ന് രാത്രി വൈകിട്ടോടെ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ സുധാകരൻ കൃത്യമായി തന്റെ സമ്മർദ്ദം ഫലിക്കുന്നു എന്ന ഒരു പ്രതീക്ഷ സുധാകരൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നു. പക്ഷേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മാറ്റം അനിവാര്യമായിരുന്നു.